നമസ്കാരം. മാന്യ പ്രേക്ഷകർക്ക് ജ്യോതിഷ വിദ്യയിലേക്ക് സ്വാഗതം. കൊല്ലവർഷം 1188 ആണ്ട് ഇടവമാസം 17-ാം തീയതി 2013 മെയ് മാസം 31 വെള്ളിയാഴ്ച ഉദയത്തിന് വ്യാഴം ഇടവം രാശിയിൽ നിന്നും മിഥുനം രാശിയിലേക്ക് മാറുകയാണ്. വ്യാഴന്റെ ചാരവശാലുള്ളതായിരിക്കുന്ന ഈ മാറ്റം ഓരോരോ രാശിക്കാർക്കും വ്യത്യസ്തങ്ങളായിരിക്കുന്ന ഫലങ്ങളായിരിക്കും അനുഭവമാക്കി തീർക്കുക. ഓരോ രാശിക്കാർക്കും എപ്രകാരമാണ് വ്യാഴന്റെ ഈ ചാരവശാലുള്ളതായിരിക്കുന്ന മാറ്റം അനുഭവമാവുക എന്നുള്ളത് ജ്യോതിഷവിധിയിലെ ആദ്യഘട്ടമായ വാരഫലത്തിന് പകരം വരുന്നതായിരിക്കുന്ന ഗുരുമാറ്റത്തിലൂടെ നമുക്ക് അടുത്തറിയാം. മേടം രാശി. അശ്വതിയും ഭരണിയും കാർത്തിക നക്ഷത്രത്തിന്റെ ആദ്യ കാൽഭാഗവും ഉൾച്ചേർന്നിരിക്കുന്നതായ മേടം രാശിക്കാർക്ക് വ്യാഴം ചാരവശാൽ 2-ാം ഭാവത്തിൽ നിന്നും 3-ാം ഭാവത്തിലേക്ക് സഞ്ചരിക്കുന്നതായിരിക്കുന്ന കാലഘട്ടമാണ്. ദുസ്തിൽക്കെ സ്ഥിതിനാശമിഷ്ടവിയുതിം കാര്യാന്തരായം രുചം എന്നുള്ളതാണ് 3-ൽ വ്യാഴം വന്നാളതായിരിക്കുന്ന ഫലം പ്രധാനമായിട്ടും പറഞ്ഞിരിക്കുന്നത്. സ്ഥിതിക്ക്, അതായത് ഇപ്പോഴത്തെ പൊസിഷന് മോശമായിരിക്കുന്ന അവസ്ഥ, അതായത് മാറ്റങ്ങൾ വരുവാനുള്ളതായിരിക്കുന്ന സമയമായിട്ടും കാര്യങ്ങൾക്കെല്ലാം തന്നെ പരാജയത്തിൻ്റെ ഒരു സമയവുമായിട്ടാണ് 3-ൽ വ്യാഴം ചാരവശാൽ വരുന്നതായിരിക്കുന്ന സമയം പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല ചാരവശാൽ കണ്ടകശനി എന്നുള്ളതായിരിക്കുന്ന സമയമോശം കൂടി 7-ാം ഭാവത്തിൽ ശനി സഞ്ചരിക്കുന്ന ഒരു സമയം കൂടിയിട്ടായിട്ടാണ് മേടം രാശിക്കാർക്ക് ഈ വർഷം പൊതുവെ പറയുന്നത്. അതിനാൽ തന്നെ ഈ വർഷം സ്ഥാനഭ്രംശത്തിന് സാധ്യതയുള്ള സമയമായതിനാൽ കർമ്മമേഖലയിലും മറ്റും വളരെയധികം ശ്രദ്ധ പുലർത്തണമെന്നാണ് പറയുന്നത്. സഹായികളിൽ നിന്നോ സഹോദരന്മാരിൽ നിന്നോ ചതിവ് പറ്റാനും സാധ്യതയുണ്ട്. ദുഷ്കീർത്തിക്കും സാധ്യത കൂടുതലായി കാണുന്നതിനാൽ അത്തരം സാഹചര്യങ്ങളെ ബോധപൂർവം ഒഴിവാക്കേണ്ടതായുണ്ട്. പരാജയ ഭീതിയും ധനനഷ്ടവും സംഭവിക്കാം. തീരുമാനങ്ങളിൽ പാളിച്ച പറ്റാൻ ഇടയുള്ളതിനാൽ ഗൗരവത്തോടുകൂടി കാര്യങ്ങളെ നോക്കിക്കാണുവാൻ പ്രത്യേകം ശ്രമിക്കേണ്ടതായുണ്ട്. ദോഷപരിഹാരാർത്ഥമായി സമ്മോഹന യന്ത്രം ദേഹരക്ഷ ചെയ്യുന്നത് ഗുണം ചെയ്യും. ഇടവം രാശി. കാർത്തിക നക്ഷത്രത്തിന്റെ അവസാന മുക്കാൽ ഭാഗവും രോഹിണിയും മകീരം നക്ഷത്രത്തിന്റെ ആദ്യ പകുതിയും ഉൾച്ചേർന്നിരിക്കുന്നതായ ഇടവം രാശിക്കാർക്ക് വ്യാഴം ചാരവശാൽ ജന്മത്തിൽ നിന്നും 2-ാം ഭാവത്തിലേക്ക് സഞ്ചരിക്കുന്നതായിരിക്കുന്ന സമയമാണ്. പ്രാപ്നോതി ദ്രവിണം കുടുംബ സുഖമപ്യർത്ഥി സ്വവാചം ഫലം എന്നുള്ളതാണ് 2-ൽ വ്യാഴം സഞ്ചരിച്ചുള്ളതായിരിക്കുന്ന ഫലത്തിനെ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ വിത്ത സമൃദ്ധിയും എന്ന് കൂടിയിട്ട് പ്രധാനമായിട്ടും പറയുന്നുണ്ട്. അതിനാൽ തന്നെ 2-ൽ സഞ്ചരിക്കുന്നതായിരിക്കുന്ന ആ വ്യാഴൻ്റെതായിരിക്കുന്ന ചാരവശാലുള്ള സമയത്തിൽ വളരെയധികം ഗുണമുണ്ടാകും എന്നുള്ളതാണ് ആചാര്യന്മാർ പറഞ്ഞിരിക്കുന്നത്. ധാരാളം സമ്പൽ സമൃദ്ധി വന്നു ചേരണം എന്നുള്ളതായിരിക്കുന്ന ഗുണം കൂടി പറയുന്നുണ്ട്. തടസ്സത്തിലുള്ളതോ പൂർവികമായോ ഉള്ളതായിരിക്കുന്ന സ്വത്തുക്കൾ കിട്ടുവാനും ഈ വർഷം യോഗമുണ്ട്. പുതിയ സംരംഭങ്ങൾക്കും പറ്റിയ സമയമാണ് നടന്നുകൊണ്ടിരിക്കുന്നതായ ഈ വർഷം. അതുപോലെ തന്നെ ആരോഗ്യാദി അർത്ഥസിദ്ധിയും ഫലം തന്നെയാണ്. വിദ്യാർത്ഥികൾക്ക് പരീക്ഷാദികളിൽ വിജയം സാധ്യമാകും. മംഗളകർമ്മസിദ്ധിയും ഉണ്ടാകും. സർക്കാരിൽ നിന്നും അനുകൂലമായിരിക്കുന്ന നടപടികളും പ്രതീക്ഷിക്കാവുന്നതായിരിക്കുന്ന വർഷമാണിത്. കുടുംബത്തിൽ പൊതുവെ ഐശ്വര്യപൂർണമായിരിക്കുന്ന അവസ്ഥ നിലനിൽക്കും. കർമ്മ വ്യാപാരാദി ഗുണവർധനയും ഗൃഹനിർമ്മാണ യോഗവും കാണുന്നുണ്ട്. സന്താന ഗുണം, ദാമ്പത്യ സൗഖ്യം എന്നിവയ്ക്കും യോഗമുണ്ട്. ഗുണവർധനയ്ക്കായി ഓം നമോ നാരായണായ എന്ന അഷ്ടാക്ഷര മന്ത്രം പതിവായി ജപിക്കുന്നത് ഗുണം ചെയ്യും. മിഥുനം രാശി. മകയിരം നക്ഷത്രത്തിന്റെ അവസാന പകുതിയും തിരുവാതിരയും പുണർദ നക്ഷത്രത്തിന്റെ ആദ്യ മുക്കാൽ ഭാഗവും ചേർന്നിരിക്കുന്നതായ മിഥുനം രാശിക്കാർക്ക് വ്യാഴം 12-ൽ നിന്ന് ജന്മത്തിലേക്കാണ് കിടക്കുന്നത്. ജീവേ ജന്മനി ദേശനിർഗമനമപ്യർത്ഥച്യുതിം ശത്രുതാം എന്നുള്ളതാണ് ഫലം പ്രധാനമായിട്ടും പറഞ്ഞിരിക്കുന്നത്. വ്യാഴം ജന്മത്തിൽ വരുന്നതായിരിക്കുന്ന സമയത്തിൽ ദേശത്തിൽ നിന്നും വിട്ടു നിൽക്കേണ്ടതായിരിക്കുന്ന സമയമായിട്ടും അർത്ഥനാശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ധനനാശത്തിനുള്ളതായിരിക്കുന്ന സമയവും ധാരാളം ശത്രുതകളും വന്നു ചേരും എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അതുമാത്രമല്ല ജന്മവ്യാഴം വനീർ ദുഃഖം എന്നുള്ളതായിരിക്കുന്ന വിധിപ്രകാരവും നാനാ ദുഃഖം എന്നുള്ളതായിരിക്കുന്ന പ്രമാണപ്രകാരവും
പലതരത്തിലുള്ളതായിരിക്കുന്ന വിഷമതകൾ അനുഭവിക്കേണ്ടതായി വരും എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ദേശം വിട്ട് സഞ്ചരിക്കുവാനും കർമ്മസ്തംഭനത്തിനും സാധ്യതയുണ്ട്. ധനപരമായും അത്ര കണ്ട് ഗുണപ്രദമായിരിക്കുന്ന വർഷമല്ല ഈ വർഷം. ശത്രുതകൾ ഉണ്ടാവുകയും ശിരോരോഗങ്ങൾ ബാധിക്കുകയും ഈ വർഷം ഫലമാണ്. വിശ്വസിക്കുന്ന വ്യക്തികളിൽ നിന്ന് ചതിക്കപ്പെടാൻ ഇടയുള്ളതിനാൽ കരുതലോടുകൂടി മുന്നോട്ട് നീങ്ങുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ദാമ്പത്യ ക്ലേശം, സന്താന ക്ലേശം എന്നിവയും അനുഭവമാകും. കുടുംബത്തിലും പലതരത്തിലുള്ളതായിരിക്കുന്ന ശത്രുതകൾ ഉണ്ടാകുവാൻ ഇടയുണ്ട്. ദോഷപരിഹാരാർത്ഥമായി ബൃഹസ്പതി മന്ത്രം പതിവായി ജപിക്കുന്നതും സമ്മോഹന യന്ത്രം ദേഹരക്ഷ ചെയ്യുന്നതും ഗുണം ചെയ്യും. കർക്കിടകം രാശി. പുണർദ നക്ഷത്രത്തിന്റെ അവസാന കാൽഭാഗവും പൂയവും ആയില്യ നക്ഷത്രവും ഉൾച്ചേർന്നിരിക്കുന്നതായ കർക്കിടകം രാശിക്കാർക്ക് വ്യാഴം ചാരവശാൽ 11-ാം ഭാവത്തിൽ നിന്നും